ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവിധ കേക്കിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്പഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. 1.5 കിലോയിലാണ് ഇത് വരുന്നത്. നല്ല സ്പോഞ്ചിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം 1.25 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് സോഡ വേണ്ട കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഇപ്പോൾ ഞാനിത് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 6 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ബൗളിലോ മുട്ടയിലോ അല്ലെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്യുന്ന ബീറ്ററിലോ ഒന്നും ഒട്ടും വെള്ളം പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഹൈ സ്പീഡിലിട്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. നല്ല ഫ്ലഫി ആയിട്ട് വരണം കേട്ടോ എഗ്ഗ്. ഞാനിപ്പോൾ ഈ ഒരു കേക്ക് സ്ക്വയർ മോൾഡിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് മോൾഡിലും ബേക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് പകുതി ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. മുഴുവനായിട്ടും ആഡ് ചെയ്യാതെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ എഗ്ഗിൻ്റെ ഈ ഒരു യെല്ലോ കളർ മാറിയിട്ട് ഒരു വൈറ്റ് കളറിൽ കിട്ടും. അതുവരെ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ എഗ്ഗ് നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അധികം ബീറ്റ് ചെയ്യേണ്ട, ഒന്നത് മിക്സ് ആവാനുള്ള ഒരു ബീറ്റിംഗ് മാത്രം കൊടുത്താൽ മതി. എഗ്ഗ് നന്നായിട്ട് ബീറ്റായി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ ഓയിൽ ഒഴിച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചീച്ചയായിട്ട് ആഡ് ചെയ്തിട്ട് പതിയെ വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഈ ഒരു മിക്സ് 3 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കണം. ഒരുപാട് കുത്തി ഇളക്കേണ്ട, പതിയെ ഇതിൽ കാണുന്ന പോലെ പതിയെ വേണം ഇളക്കിയെടുക്കാനായിട്ട്. ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് വന്നിട്ട് ഭയങ്കര ഹാർഡായി പോവും. പിന്നെ പൊന്തി വന്നിട്ടുള്ള ഈ ഒരു ടെക്സ്ചറും മാറിപ്പോവും. അതുകൊണ്ടാണ് പതിയെ ഇളക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചേർത്ത പൊടിയൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം കേട്ടോ ബാറ്റർ. എങ്കിൽ മാത്രമേ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച ഒരു മോൾഡിലേക്ക് മാറ്റാം. ഇത് 8 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് മോൾഡിലും ഇത് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ആ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്കോ കത്തിയോ വെച്ചിട്ട് ഇതിൽ കാണുന്ന പോലെ ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊയ്ക്കോളും. പിന്നെ ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്തും കൊടുക്കുക. അതിന് ശേഷം നമുക്കത് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ബേക്ക് ചെയ്യുന്ന മെത്തേഡ് വന്നിട്ട് സ്റ്റൗവിൽ നമ്മൾ വലിയൊരു പാൻ വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കേക്ക് നമുക്ക് ബേക്കായി കിട്ടും. ഇങ്ങനെ ബേക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു 30-35 മിനിറ്റോളം ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് അപ്പം തന്നെ ആ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. പിന്നെ കേക്ക് അധികം നേരം കേക്ക് മോൾഡിൽ വെക്കരുത്, കാരണം അതിൻ്റെ സൈഡൊക്കെ മുരിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ ഒന്ന് പെട്ടെന്ന് എടുത്ത് മാറ്റാം. അടിയിലുള്ള ബട്ടർ പേപ്പർ എടുത്ത് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1.5 കിലോ വരുന്ന ഏത് കേക്കിന് വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ടെക്സ്ചർ വന്നിട്ട് നല്ല സ്പോഞ്ചിയാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് ഞെക്കി കാണിച്ചു തരാം. അത്രയ്ക്ക് സ്പോഞ്ചിയാണ് കേക്ക്. നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഞാനിത് ഒരു 3 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ആ കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് രാത്രി ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റത്തെ ദിവസമാണ് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളി ലെയേഴ്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. അളവൊക്കെ കറക്റ്റ് പറഞ്ഞ അളവ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല അടിപൊളി കേക്കാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.